നമസ്കാരം. ഞാൻ സാധുജന പരിപാലന സംഘത്തിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡൻ്റാണ്. എൻ്റെ പേര് സുരേഷ് സർദൻ എന്നാണ്. ഞാൻ മീഡിയ ന്യൂസുമായിട്ട് ഒരു കാര്യം ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ഇരിക്കുന്നത്. നമ്മുടെ ഇന്നത്തെ നിതിൻ രാജിൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് പട്ടികജാതി പട്ടികവർഗ ആദിവാസി മേഖലയിലുള്ള സുഹൃത്തുക്കളും സംഘടനാ പ്രതിനിധികളും ജനാധിപത്യ വിശ്വാസികളും ഇന്നത്തെ ഈ ഹർത്താൽ വളരെ ഭംഗിയോടുകൂടി തന്നെ അത് വിജയിപ്പിക്കുവാൻ വേണ്ടി അവർ ഞങ്ങളുടെ കൂടെ അഹോരാത്രം ശ്രമിച്ചു വരാം. നമ്മുടെ പ്രൈവറ്റ് ബസ് ഓണേഴ്സ് അവർ കൃത്യമായ രീതിയിൽ കാര്യങ്ങൾ അവർ പഠിച്ചുകൊണ്ട് തന്നെയാണ് അവർ ഈ പ്രാവശ്യം പ്രൈവറ്റ് ബസ് ഒരെണ്ണത്തെ പോലും നിരത്തിലിറക്കാൻ അവരോട് നമ്മൾ നോട്ടീസ് കൊടുത്തപ്പോൾ നമ്മൾ പറഞ്ഞു, ഇത് എല്ലാ കുടുംബങ്ങളിലുമുള്ള പാവപ്പെട്ട കുടുംബത്തിലുള്ള അല്ല, പണക്കാരൻ്റെ ആണെങ്കിൽ പോലും ഇത്തരം ഹീനമായ പ്രവൃത്തി ഒരു കൊലപാതകം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിന് എതിരെ ശക്തമായ രീതിയിൽ ആര് പ്രതികരിച്ചാലും അതിനുവേണ്ടി വേണ്ടുന്ന സഹായം ഞങ്ങൾക്ക് ചെയ്യണമെന്ന് പ്രൈവറ്റ് ഓണേഴ്സ് അസോസിയേഷനുമായിട്ട് ഞങ്ങൾ സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഒറ്റ പ്രൈവറ്റ് ബസ് പോലും കേരളത്തിൽ വിടാൻ അവർ സമ്മതിച്ചില്ല. അതാണ് ഏറ്റവും വലിയൊരു വിജയം എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ ജനാധിപത്യത്തിൻ്റെ വിജയമാണ്. നമ്മൾ പഠിക്കുന്ന അംഗനവാടികളും അതുപോലുള്ള ആതുര സേവന കേന്ദ്രങ്ങളിലൊക്കെ നമ്മൾ ചെന്നപ്പോൾ അവർ നമ്മളുടെ ആ നിസ്സഹായാവസ്ഥ നമ്മൾ പറയുകയും, പക്ഷേ അതിനുശേഷം അവർ മേലുദ്യോഗസ്ഥന്മാരുമായിട്ട് ബന്ധപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ മേഖലയിലുള്ള ആൾക്കാർ ഈ സമരത്തെ അനുകൂലിച്ചു. അവർ പറയുന്നത് ശരിയല്ല. പഴയ കാലഘട്ടത്തിൽ വിദ്യാർത്ഥി അധ്യാപകർ എന്ന് പറയുന്ന ബന്ധം നമുക്കറിയാം. അതല്ല ഇന്നിവിടെ സംഭവിച്ചത്. ഒരു കൊലപാതകം ചെയ്യുകയാണ്. ഞങ്ങൾ ആവശ്യപ്പെടുന്നത് എന്താ പറഞ്ഞാൽ, ഇതിനു മുമ്പ് പല വിദ്യാർത്ഥികളെ കൊലപാതകം ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് സംഘടനമാണ്. അത് അവിടെയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ കൂടെ നിൽക്കുന്ന വിദ്യാർത്ഥി സംഘടനകൾ തമ്മിലുള്ള സംഘടനത്തിലാണ് ദളിത് വിദ്യാർത്ഥികൾ മരിച്ചിട്ടുള്ളത്. അത് നമുക്കറിയാം. അഭിമന്യുവിനെ പോലുള്ള ആൾക്കാർ മരിച്ചത് അങ്ങനെയാണ്. പക്ഷെ ഇതല്ല. അധ്യാപകർ തന്നെ ഒരു വിദ്യാർത്ഥിയെ കൊന്നിട്ട് അത് താഴോട്ട് വലിച്ചെറിയും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ളതാണ് ഈ കേസ്. അതിനെതിരെയുള്ള അക്രമത്തിനെതിരെ ശക്തമായ രീതിയിൽ നിലപാടെടുക്കുമ്പോൾ KPMസിനെ പോലെയുള്ള 0.5% പുന്നല ശ്രീകുമാർ അദ്ദേഹം ഈ സമരത്തെ അടിച്ചമർത്താനുള്ള ശ്രമം നടത്തിയായിരുന്നു. ഇവിടുത്തെ ഗവൺമെൻറ്റുമായിട്ട് കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് പിണറായി നടപ്പിലാക്കാൻ ഇവിടുത്തെ പുന്നല ശ്രമിച്ചു. അദ്ദേഹം ഒരു കാര്യം മനസ്സിലാക്കേണ്ടതാണ്. അദ്ദേഹം ഒരു ദളിതനാണ്. അദ്ദേഹത്തിന് നാളെ ഇത് തന്നെയാണ് വരുന്നതെങ്കിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള നേതാക്കന്മാരുടെ മക്കളാണ് ഈ സ്ഥിതി വരുന്നതെങ്കിൽ ഇദ്ദേഹം എന്ത് നിലപാട് സ്വീകരിക്കുന്നത്? ഇയാൾ വെള്ളാപ്പള്ളിയെ പോലും മറികടന്നുകൊണ്ട് മുന്നോട്ടുള്ള യാത്രയിലാണ് പുന്നല ശ്രമിച്ചിട്ടുണ്ട്. അതിനൊക്കെ ഞങ്ങൾ നോട്ടം ഇട്ടിരിക്കുന്ന കേസ് ഇട്ടാണ്. അതിന് ജനാധിപത്യ രീതിയിൽ തന്നെ ഇവിടുത്തെ ആദിവാസികളും പിന്നോക്ക സമുദായത്തിൽപ്പെട്ടവരും പട്ടികവർഗ സമുദായത്തിൽപ്പെട്ട സംഘടനാ നേതാക്കന്മാരും എല്ലാം ആലോചിച്ച് അതിനുള്ള മറുപടി നമ്മൾ പുന്നല ശ്രീകുമാർ കൊടുക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ഈ CPMന് വേണ്ടി കുഴലൂതി നടക്കുന്ന ഒരാളായിട്ടാണ് പുന്നല ശ്രീകുമാർ ഇന്നിപ്പോൾ കേരളത്തിലെ പട്ടികജാതി സമൂഹത്തിൽ ഉള്ളത്. അതുകൊണ്ട് ഈ സമരത്തെ വിജയിപ്പിച്ച എല്ലാ ജനാധിപത്യ വിശ്വാസികളും സംഘടനാ പ്രതികൾക്കും എൻ്റെ സംഘടനയുടെ പേരിലുള്ള നന്ദിയും കടപ്പാടും അറിയിച്ചുകൊള്ളും.